ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത്? നമ്മളോ അതേട്ടാ സുഖമായിട്ടിരിക്കണു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഉച്ചയൂണും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടാ. എന്നാൽ നമുക്കിനി വീഡിയോ കണ്ടു നോക്കിയാലോ? ഇപ്പോൾ ഇതേ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മോൻ ഡ്രൈവിങ്ങിന് പോയി. അപ്പോൾ അവനെ അവിടെ കുറച്ച് നേരം ഒന്ന് നോക്കി നിന്ന് പോണത് നോക്കി നിന്നിട്ട് ഞാനങ്ങനെ പുറത്ത് നിന്ന് അങ്ങനെ തിരിച്ച് കിച്ചണിലേക്ക് വന്നു. അപ്പോൾ അതേ നമ്മുടെ പണികളൊക്കെ തുടങ്ങായിട്ടാ. അപ്പോൾ കിച്ചണിൽ ഒന്ന് ചൂടാവുമ്പോഴേക്കും വേഗം നമ്മുടെ പണികളൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. അപ്പോൾ ഞാൻ നമ്മളിന്നും നമ്മുടെ ദേശീയ ഭക്ഷണമായ പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മിക്ക ദിവസം ഇപ്പോൾ പുട്ടാണ്. യുഎന്ന് ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ട് ഇപ്പോൾ ചേട്ടനും താഴെയുള്ള ആളുമില്ല, അവർക്ക് അങ്ങനെ പുട്ട് അത്ര ഇഷ്ടമല്ല. അപ്പോൾ മൂത്താൾക്കാണെങ്കിൽ പുട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനും മൂത്താളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവന് പുട്ട് ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഇഡ്ഡലിയും ദോശയൊന്നും അവന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ പുട്ടും തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും, പണി എളുപ്പം, പിന്നെ അവനിഷ്ടമാണ്. അപ്പോൾ എനിക്കും കുഴപ്പമൊന്നുമില്ല പുട്ടേട്ടാ. അവനും പിന്നെ കറി വേണമെന്നില്ല, കടലക്കറി ഒന്നും വേണമെന്നില്ല, പഴം ഉണ്ടായാൽ മതി. അപ്പോൾ റോബസ്റ്റ് പഴമുണ്ട്. അപ്പോൾ ഞാനും അവനും ഒരു 2 പുട്ടുണ്ടാക്കിയാൽ ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു. അങ്ങനെ പുട്ടൊക്കെ കുഴച്ച് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ചോറിനുള്ള വെള്ളം ഇട്ട് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. മൂത്താൾക്ക് പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, എല്ലാ കറികളും കഴിക്കും അവൻ. പക്ഷേ മീനാണ് കൂടുതൽ ഇഷ്ടം. ചിക്കനൊന്നും അങ്ങനെ വേണമെന്നൊന്നുമില്ല, പക്ഷെ മീൻ ആൾക്ക് കൂടുതൽ ഇഷ്ടം. മീൻ കറി ഉണ്ടായാൽ പിന്നെ അത് മതിയെ ആൾക്ക്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുമ്പളങ്ങിയും ചെമ്മീനും വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അവൻ അങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുമ്പളങ്ങിയും ചെമ്മീനും അതുപോലെ തന്നെ കടച്ചക്കയും ചെമ്മീനും കായും നേന്ത്രക്കായും ചെമ്മീനൊക്കെ വറുത്തരച്ചിങ്ങനെ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. അപ്പോൾ താഴെയുള്ള ആൾ ഇതൊന്നും കൂട്ടൂല. ഞാൻ യുഎയിലുള്ളപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കിയാൽ തന്നെ അവന് താഴെയുള്ള ആൾക്ക് വേറെ കറി എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ ആൾ ഇതൊന്നും കൂട്ടൂല കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ചെമ്മീനിലേക്കുള്ള നമ്മൾ കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 1 സ്പൂൺ പെരിഞ്ചീരകം, കറിവേപ്പില, ഒരു 3-4 മണി കുരുമുളക് കേട്ടോ. ഇത്ര എടുത്തിട്ടൊന്ന് വറുത്തെടുത്തു. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി പൊടികളൊക്കെ ഇട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഓണാക്കിയിട്ട് അതൊന്ന് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞ് പോകാണ്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നാളികേരം വറുത്തെടുത്തത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വെള്ളമില്ലാണ്ട് അരച്ചെടുക്കാനായിട്ട് നോക്കിയിട്ടാണ്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കറിക്കിട്ടാൽ. പക്ഷെ അത് നാളികേരം ഇച്ചിരി കുറവായ എൻ്റെ മിക്സിയിൽ അരഞ്ഞു കിട്ടൂല കേട്ടോ അധികം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഒരു നമ്മുടെ കുമ്പളങ്ങ കട്ട് ചെയ്തത്, അപ്പോൾ ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്തു. പിന്നെ 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ഇത്രയിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു കൂട്ടാം. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പത്തോട്ട് നമ്മൾ ഉപ്പേരിക്കായിട്ട് ചക്കക്കുരുവാണ് എടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒരു പാത്രത്തിലോട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഉപ്പേരി ഇന്നിപ്പോൾ ചക്കക്കുരുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീനിട്ടു. എന്നിട്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഒരു 2-3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലായിട്ടാണ് നമുക്കതങ്ങോട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി സിങ്കും കൂടി ഒന്ന് കഴുകിയിടാം കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലാണ് മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ പാത്രം കഴുകിയെടുത്ത് സിങ്കും കൂടി ഒന്ന് കഴുകിയിട്ടാൽ അപ്പോഴേക്കും നമ്മുടെ കറി വെന്ത് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ പണികളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ 2 ദിവസം മുമ്പൊന്ന് പുറത്ത് പോയപ്പോൾ കടയിൽ നിന്ന് ഞാനൊരു ഭരണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കാനായിട്ട് ഉള്ള ഒരു ഭരണി കേട്ടോ. അപ്പോൾ ഇപ്പം മാങ്ങക്കാലമല്ലേ, കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ച് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായി കഴുകി ഒന്ന് തുടച്ച് ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മാങ്ങ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത് ഒന്ന് കഴുകി വയ്ക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്യുക കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ്. അവിടെ പക്ഷേ നിവൃത്തിയൊന്നുമില്ല, നമുക്ക് കിച്ചണിൽ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിക്കും നാട്ടിൽ വരുമ്പോൾ ഞാൻ പുറത്ത് ഇരുന്നിട്ട് മീൻ ക്ലീൻ ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2-3 വട്ടം പാമ്പിനെ കണ്ടു കേട്ടോ പുറത്ത്. ഒരു പ്രാവശ്യം മാവിൻ്റെ ചോട്ടിൽ, ഒരു പ്രാവശ്യം വേറെ സ്ഥലത്ത്, ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് തന്നെ അകലെയായിട്ടാണ് കേട്ടോ. എന്നാലും ആ മുറ്റത്ത് കണ്ടോടുകൂടി പിന്നെ എനിക്ക് ധൈര്യമില്ല കേട്ടോ, പുറത്തിരുന്ന് മീൻ ക്ലീൻ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വീണ്ടും വർക്ക് ഏരിയയിൽ തന്നെ ആക്കിയിട്ടാ. അപ്പോൾ കിച്ചണിൽ വെച്ച് മീൻ ക്ലീൻ ചെയ്യാറില്ല, വർക്ക് ഏരിയ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. എന്നാലും പുറത്തിറങ്ങി ഇരുന്ന് മീൻ ക്ലീൻ ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ കിച്ചണിൽ വെച്ചിട്ട് തന്നെ മീൻ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വർക്ക് ഏരിയയിലത്തെ സിങ്കൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് മൂപ്പിച്ച് നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പുറത്തന്നെ നമ്മുടെ ചക്കക്കുരും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും ഇനിയൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ. ഇനിയിത് ചക്കക്കാലല്ലേ, അപ്പോൾ ചക്ക ഉപ്പേരി, ഇടിച്ചക്ക ഉപ്പേരി, ചക്കക്കുരു ഉപ്പേരി, ചക്ക എലിശ്ശേരി, അങ്ങനെ പല പല രൂപത്തിൽ നമുക്ക് ചക്ക പരീക്ഷിച്ചെടുക്കാമല്ലേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ കാച്ചിയെടുത്തു. ഇനി ചക്കക്കുരു ഉപ്പേരി ഒന്ന് കാച്ചിയെടുക്കാനായിട്ട് പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതൊന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ചാറുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല, കൊണ്ടാട്ടമുളക് വറുത്തത് അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2 ആളായ കാരണം ഒരുപാട് കറികളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു ഉപ്പേരി, ഒരു ചാറുകറി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉപ്പേരി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ചാറുകറി മാത്രമായിട്ടും ഞങ്ങൾ കഴിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് കറികളുടെ അങ്ങനെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടെങ്കിൽ എന്നാൽ മതിയില്ലേ, നമുക്ക് ഊണ് കഴിക്കാമല്ലേ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും റെഡിയായി. അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞു ഉച്ചയൂണ് കേട്ടോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. ഉള്ള വിഭവം നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിക്കുക എന്നുള്ളതാണ് അല്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറും നമ്മുടെ മാവിലെ മാങ്ങ അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ല മാങ്ങ അച്ചാറും ചക്കക്കുരു ഉപ്പേരിയും കുമ്പളങ്ങയും ചെമ്മീനും കൂടിയുള്ള ഒഴിച്ചുകറിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട്